ഞങ്ങളെ ഈ ഞായറാഴ്ച പ്രാർത്ഥന വീട്ടിൽ വെച്ചു. അപ്പൊ ഒരു കുറെ ആൾക്കാർ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെ പറയുക, നീ ഒരു വീട്ടിലും പോകാത്തത് കൊണ്ടാണ് നിന്റെ വീട്ടിൽ ആരും വരാത്തതെന്ന്. അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു നമ്മുടെ വീട്ടിൽ ആരുമില്ല, അപ്പം ഒറ്റയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ സൺഡേ മാത്രമേ നമുക്കൊരു ഓഫ് കിട്ടുന്നത്. രാവിലെ പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കൊണ്ട് ഉച്ചയാകുമ്പോഴത്തേനെ വരുള്ളൂ, സൺഡേ സ്കൂളിലൊക്കെ പിള്ളേരെ വിട്ടിട്ട്. അപ്പം വീട്ടിൽ കാരണവന്മാരുള്ളവരാണ് ഈ വന്ന് പ്രാർത്ഥനയൊക്കെ കൂടുന്നത്. ഈ കാരണവന്മാര് വരുന്നവരാരും മക്കളെയും മരുമക്കളെയും ഒന്നും ഇവിടെ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്കിപ്പോ എല്ലാ വീട്ടിൽ വഴി കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായമായാലും നമുക്കതിന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടിട്ടിട്ട് പോകും? പിന്നെ കുരുത്തക്കേടുള്ള പിള്ളേരാകുമ്പോൾ ഓരോരോ വീടിന്റെ അടുക്കള വഴിയും പെരക്കാൻ വഴിയും ഒക്കെ കയറി നടക്കും. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് ഇതോ ആയിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ആ വ്യക്തിയെ കൊണ്ട് പോയാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പറയുന്നതുള്ളതല്ലേ. കാര്യം ഞാനൊക്കെ ഒരു ഏതെങ്കിലുമൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഏതെങ്കിലും വീടിന്റെ അകത്തോടൊക്കെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്, ഈ 90s കിഡ്സ് 80s കിഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കാണും. പിന്നെ നമ്മള് ഒരു വീട്ടിലോട്ട് നമ്മുടെ കുഞ്ഞ് കയറി പോയിച്ച് അവരുടെ മുഖം മാറുന്നതാണ് നമുക്ക് സഹിക്കത്തില്ല. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകാത്തത്. പിന്നെ എന്റെ വീട്ടിൽ വന്നാലും നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? അങ്ങനെയുള്ളവരുടെ മനസ്സ് പോലും കൊള്ളൂല്ലെന്നേ ഞാൻ പറയുള്ളൂ. പ്രാർത്ഥിക്കണം എന്നുള്ളവര്, ആവശ്യങ്ങളുള്ളവർ ഏത് വീട്ടിലും എങ്ങനെയും പോകും. ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ വെച്ചിട്ട് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നേ അവർ